നമസ്കാരം. ദീപാവലി ദിനം ഇന്ത്യ ആകെ ആഘോഷിക്കുമ്പോൾ പുതിയൊരു പടക്കവുമായിട്ടാണ് ട്രംപിന്റെ ഇത്തവണത്തെ വരവ്. വീണ്ടും താരിഫ് വർദ്ധിപ്പിക്കുമെന്ന സ്ഥിരം പല്ലവി തന്നെ. എത്ര ഭീഷണി മുഴക്കിയിട്ടും ഒരു കാര്യവുമില്ല. ഇന്ത്യ റഷ്യയെ അമേരിക്കയ്ക്ക് വേണ്ടി കൈവെടിയാൻ പോകുന്നില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നന്നാകും. നമുക്ക് വിഷയത്തിലേക്ക് വരാം. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്കെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയ വൻതോതിലുള്ള തീരുവ ഭീഷണി ഇന്തോ അമേരിക്കൻ വ്യാപാര ബന്ധങ്ങളിൽ പുതിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ ഭീഷണിയുടെ പശ്ചാത്തലത്തിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ചകൾ നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നതുകൂടി ഇവിടെ പറയേണ്ടതുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന ഇന്ത്യയുടെ നിലപാടാണ് ട്രംപിന്റെ പ്രധാന വിമർശനത്തിന്റെ കാരണം പോലും. റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യ നിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ഉറപ്പ് നൽകിയതായി ട്രംപ് പലതവണ ആവർത്തിച്ച് അവകാശപ്പെട്ടു. എന്നാൽ ഇരു നേതാക്കളും തമ്മിൽ ഇത്തരം സംഭാഷണം നടന്നതായി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടില്ല. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ നിലവിലുള്ള 25% ഇറക്കുമതി തീരുവയ്ക്ക് പുറമെ പിഴയായി 25% കൂടിച്ചേർത്ത് 50% വരെ അധിക തീരുവ ഇന്ത്യക്ക് നൽകേണ്ടി വരുമെന്നാണ് ട്രംപ് നൽകുന്ന ഇത്തവണത്തെ മുന്നറിയിപ്പ്. ഇന്ത്യ ഈ എണ്ണ അധിക ലാഭത്തിന് മറിച്ചു വിൽക്കുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഈ സമ്മർദ്ദങ്ങൾക്കിടയിലും രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ മുൻനിർത്തി റഷ്യ നൽകുന്ന വലിയ വിലക്കിഴിവുകൾ പ്രയോജനപ്പെടുത്തി ഇന്ത്യൻ പൊതുമേഖല എണ്ണ കമ്പനികൾ ഇറക്കുമതി തുടരുകയാണ്. ചില കണക്കുകൾ ഇറക്കുമതിയിൽ നേരിയ കുറവ് കാണിക്കുമ്പോഴും മൊത്തത്തിൽ ഈ നയം തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള സ്മാർട്ട് ഓയിൽ ഗെയിം ആണെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഈ പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര കരാറിനായുള്ള ചർച്ചകളുടെ 6ാം ഘട്ടം സജീവമായി പുരോഗമിക്കുകയാണ്. 2030 ഉഭയകക്ഷി വ്യാപാരം $500 ബില്യൺ ഉയർത്താനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. നിലവിൽ അമേരിക്കയ്ക്ക് ഇന്ത്യയുമായുള്ള വ്യാപാരത്തിൽ വലിയ കമ്മി, അതായത് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട്. ഈ കമ്മി കുറയ്ക്കുന്നതിനായി ഇന്ത്യ കൂടുതൽ അമേരിക്കൻ ക്രൂഡ് ഓയിലും അതുപോലെ പ്രതിരോധ ഉപകരണങ്ങളും ഇറക്കുമതി ചെയ്യണമെന്നാണ് US-ന്റെ ആവശ്യം. ട്രംപ് ഭരണകൂടം ചുമത്തിയ 50% അധിക താരിഫ് പിൻവലിക്കുക എന്നതാണ് നിലവിലെ ചർച്ചകളിലെ പ്രധാനപ്പെട്ട തടസ്സം. ഇന്ത്യയുടെ താല്പര്യങ്ങൾ, പ്രത്യേകിച്ച് കർഷകരുടെ ചെറുകിട സംരംഭകരുടെയും താല്പര്യങ്ങൾ വിട്ടുകൊടുക്കാതെ ഒരു ഇടക്കാല വ്യാപാര കരാറിൽ എത്താനാണ് ഇന്ത്യയുടെ ശ്രമം. ചുരുക്കത്തിൽ ട്രംപിന്റെ തീരുവ ഭീഷണിയും റഷ്യൻ എണ്ണ ഇറക്കുമതി വിഷയവും US ഇന്ത്യ വ്യാപാര ചർച്ചകളുടെ ഗതിയെ നിർണയിക്കുന്ന പ്രധാന ഘടകങ്ങളായി ഇന്നും തുടരുകയാണ്. നിരന്തരമായി ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുകയാണ് ട്രംപ് ചെയ്യുന്നത്. പക്ഷെ ഇതുവരെ ഒരു ഫലവും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമം മാത്രമായിരുന്നു ട്രംപിന്റെ സമീപകാല നടപടികൾ എന്നത് ഒറ്റ വാക്കിൽ നമുക്ക് പറയാനാകില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് തങ്ങളുടെ പ്രധാന വ്യാപാര പങ്കാളികളെ തങ്ങളുടെ നിലപാടുകളുമായി യോജിക്കാൻ പ്രേരിപ്പിക്കുക എന്നതായിരുന്നു എന്നത് വസ്തുതയാണ്. ട്രംപിന്റെ നയങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ സമ്മർദ്ദം ചെലുത്തുന്നത് ഒരു തന്ത്രമായിരുന്നു എന്നും അതിനു പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ട്രംപിന്റെ നയതന്ത്രത്തിലെ സമ്മർദ്ദത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു എന്നതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് വരുന്നത് അമേരിക്കയുമായി വ്യാപാര കമ്മി കൂടുതലുള്ള രാജ്യങ്ങളെ ട്രംപ് നിരന്തരം വിമർശിച്ചിരുന്നു എന്നതാണ്. ഇന്ത്യയുമായുള്ള വ്യാപാരത്തിൽ നിലവിലുള്ള സർപ്ലസിൽ ട്രംപിന് ശക്തമായ അതൃപ്തിയുണ്ടായിരുന്നു. താരിഫ് ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതിലൂടെയോ അല്ലെങ്കിൽ മറ്റ് സമ്മർദ്ദങ്ങളിലൂടെയോ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യയെ നിർബന്ധിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സാമ്പത്തിക ലക്ഷ്യം. അമേരിക്കയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലും പ്രതിരോധ ഉപകരണങ്ങളും കൂടുതൽ വാങ്ങാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണവും ഇത് തന്നെയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ US ആഗ്രഹിക്കുന്നുണ്ട്. റഷ്യൻ എണ്ണ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യ വാങ്ങുന്നത് റഷ്യയുടെ യുദ്ധശ്രമങ്ങളെ സഹായിക്കുമെന്ന് US ഉപരോധങ്ങൾ ദുർബലപ്പെടുത്തുമെന്നും ട്രംപ് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്താൻ ഇന്ത്യയെ നിർബന്ധിക്കുന്നത് US-ന്റെ വിദേശ നയ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ സഹായിക്കും. ഇവിടെ സമ്മർദ്ദം കേവലം സാമ്പത്തികമല്ല, മറിച്ച് ഭൗമരാഷ്ട്രീയപരമാണ് എന്നതുകൂടി ഓർമ്മിപ്പിക്കട്ടെ. താരിഫ് ഭീഷണികൾ നൽകുകയും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നത് ട്രംപിന്റെ ആഭ്യന്തര വോട്ടർമാർക്കിടയിൽ അമേരിക്കയുടെ ജോലി സംരക്ഷിക്കുന്ന ശക്തനായ നേതാവ് എന്ന ഇമേജ് നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. സമ്മർദ്ദം ചെലുത്തുന്നതിലൂടെ താൻ കടുപ്പക്കാരനായ ഒരു ചർച്ചക്കാരനാണെന്ന്
അദ്ദേഹം ലോകത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ ട്രംപിന്റെ സമീപനം ഒരു ഏകപക്ഷീയമായ തന്ത്രമാണ്. ഇന്ത്യയുമായുള്ള ബന്ധം തകർക്കുക എന്നതായിരുന്നില്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം. മറിച്ച് ഇന്ത്യയെ ഒരു പങ്കാളിയായി നിലനിർത്തിക്കൊണ്ട് തന്നെ യുഎസിന്റെ സാമ്പത്തിക അതുപോലെ തന്നെ നയതന്ത്ര ആവശ്യകതകൾക്ക് അനുസൃതമായിട്ടുള്ള നയങ്ങൾ മാറ്റാൻ സമ്മർദ്ദം ചെലുത്തുകയാണ് ട്രംപ് ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹം മോദിയെ വലിയ നേതാവ് എന്ന് വിശേഷിപ്പിക്കുകയും എന്നാൽ അതേ സമയം തന്നെ കടുത്ത താരിഫ് ഭീഷണികൾ നമ്മുടെ രാജ്യത്തിന് പോലും നൽകുകയും ചെയ്യുന്നു. തന്ത്രപരമായ നേട്ടങ്ങൾക്കായി കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന ട്രംപിന്റെ രാഷ്ട്രീയ ശൈലിയുടെ ഭാഗമായിരുന്നു ഈ സമ്മർദ്ദ തന്ത്രങ്ങൾ എന്ന് കൂടി പറയട്ടെ. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് അമേരിക്ക ഈ സാമ്പത്തിക സമ്മർദ്ദങ്ങളെ നോക്കിക്കാണുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. റഷ്യൻ എണ്ണയുടെ വിൽപ്പന കുറയ്ക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ആഗോള വിപണിയിൽ അതിന്റെ ഡിമാൻഡ് കുറയ്ക്കുന്നതിലൂടെയോ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് വിശ്വസിക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ കരുതുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. റഷ്യൻ സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്ന് പറയുന്നത് എണ്ണ, പ്രകൃതിവാതകം തുടങ്ങിയ ഊർജ കയറ്റുമതിയാണ്. ഈ വരുമാനം ഉപയോഗിച്ചാണ് റഷ്യ തങ്ങളുടെ സൈനിക നടപടികൾക്കും യുദ്ധ ചെലവുകൾക്കുമായി പണം കണ്ടെത്തുന്നത്. ലോകരാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള വലിയ ഉപഭോക്താക്കൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുമ്പോൾ അല്ലെങ്കിൽ ഗണ്യമായി കുറയ്ക്കുമ്പോൾ റഷ്യയുടെ ഖജനാവിലേക്കുള്ള പണത്തിന്റെ ഒഴുക്ക് നിലയ്ക്കും. ഇത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവരുടെ ശേഷിയെ പരിമിതപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. യുഎസും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾ റഷ്യയുടെ സാമ്പത്തിക നിലയെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നത് ഈ ഉപരോധങ്ങളുടെ ഫലത്തെ കുറയ്ക്കുന്നുണ്ട്. കാരണം റഷ്യക്ക് തങ്ങളുടെ പ്രധാന ഉപഭോക്താക്കളെ നഷ്ടമാകാതെ വരുമാനം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അതിനാൽ ഇന്ത്യയെയും ചൈനയെയും പോലുള്ള പ്രധാന രാജ്യങ്ങളെ റഷ്യൻ എണ്ണയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് ഉപരോധങ്ങളുടെ ശക്തി പൂർണ്ണമാക്കുമെന്നും റഷ്യയുടെ മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്നും യുഎസ് കരുതുന്നു. ലോകവേദിയിൽ റഷ്യയെ ഒറ്റപ്പെടുത്തുക എന്നതും അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം തന്നെയാണ്. റഷ്യയുമായി സാമ്പത്തിക ബന്ധം തുടരുന്ന രാജ്യങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിലൂടെ തങ്ങളുടെ സഖ്യകക്ഷികളെ ഈ വിഷയത്തിൽ ഒരേ നിലപാടിൽ നിർത്താനും റഷ്യയുടെ ആഗോള സ്വാധീനം കുറയ്ക്കാനും യുഎസ് ശ്രമിക്കുന്നുണ്ട്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യ പിന്മാറിയാൽ അത് റഷ്യക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ യുഎസിന്റെ ഈ സമ്മർദ്ദ തന്ത്രം യുദ്ധം അവസാനിപ്പിക്കാൻ എത്രത്തോളം സഹായകരമാകുമെന്നത് ഒരു ചോദ്യം തന്നെയാണ്. ഇന്ത്യ പിന്മാറിയാൽ പോലും ചൈന റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താവായി തുടരുക തന്നെ ചെയ്യും. ട്രംപ് ചൈനയെക്കുറിച്ചും താരിഫ് ഭീഷണി ഉയർത്തുന്നുണ്ടെങ്കിലും ചൈന തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കൂ എന്നതാണ് മറ്റൊരു വസ്തുത. ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യക്ക് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കുന്നത് രാജ്യത്തെ പണപ്പെരുപ്പത്തിൽ നിന്നും ജനങ്ങളെ സാമ്പത്തിക ഭാരം താങ്ങുന്നതിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട്. അതിനാൽ യുഎസിന്റെ താരിഫ് ഭീഷണികളെ വകവെക്കാതെ ഇന്ത്യ സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകാനുള്ള സാധ്യതയാണ് കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ ലക്ഷ്യം വളരെ സിമ്പിൾ ആണ്. റഷ്യയുടെ വരുമാന സ്രോതസ് അടച്ചുപൂട്ടി യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ നിർബന്ധിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് അമേരിക്ക ഈ സമ്മർദ്ദതന്ത്രം പയറ്റുന്നത്. എങ്കിലും ആഗോള ഊർജ്ജ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഈ നീക്കത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്താണ്? റഷ്യക്കൊപ്പം നിൽക്കുകയും അമേരിക്കയുടെ താരിഫ് ഭീഷണികൾക്ക് പുല്ലുവിലയും കൽപ്പിക്കുന്ന ഇന്ത്യയുടെ നിലപാടിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ.